എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ടില്ലേ, ഇതേ കൃഷ്ണ തുളസി, നമ്മുടെ ചുവന്ന തുളസി, അതുപോലെ വെള്ള തുളസി, ഇതെല്ലാം ഇവിടെ എന്തിനാണ് കാണിക്കുന്നതെന്നായിരിക്കും അല്ലേ. അധികം വലിച്ചു നീട്ടാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാ വെള്ള തുളസി, കൃഷ്ണ തുളസി, ഇത് രണ്ടും ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനിയും ഇതിൻ്റെ കൂടെ കുറേ ചെടികളും കൂടെ വരുന്നുണ്ട്, ആയുർവേദിക് ചെടികൾ. അതായത് മുക്കുറ്റി, പനിക്കൂർക്ക, പിന്നെ തുമ്പ, ഇങ്ങനെയുള്ള ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്. വേറൊന്നുമല്ല, യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ ധൈര്യപൂർവ്വം നമ്മൾക്ക് കണ്ണിലെഴുതാനും, അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ലെഡിൻ്റെ അംശം അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ നമുക്ക് കൺമഷി ഒന്നും ഉപയോഗിക്കരുതെന്ന് ഡോക്ടർമാർ കർശനമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരും തന്നെ അങ്ങനെ കൺമഷി ഉപയോഗിക്കാറില്ല. നമുക്ക് ധൈര്യപൂർവ്വം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഇവിടെ എനിക്ക് എൻ്റെ മോൻ്റെ കുട്ടി 1 വയസ്സായ കുട്ടിക്ക് ഞാൻ ഇപ്പോൾ അവന് 1 വയസ്സായി, അവനുണ്ടായ അപ്പം തൊട്ടിട്ട് നമ്മൾ ഈ കൺമഷിയാണ് ഉണ്ടാക്കി ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ വെള്ളത്തുളസിയും ചുവന്ന തുളസിയും കൂടെ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നീരാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് എടുക്കുന്നത് തുമ്പയാണ്. തുമ്പയും പിന്നെ മുക്കുറ്റിയും, ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ്, അതായത് ചുവന്ന തുളസി, വെള്ളത്തുളസി, തുമ്പ, മുക്കുറ്റി, ഇത് നന്നായിട്ട് ഇടിച്ച്, നമുക്ക് മുക്കുറ്റി ഒരു കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടതാണ്. പിന്നെ നന്നായിട്ട് ഇടിച്ച് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നീരെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് പനിക്കൂർക്കയും. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ലെങ്തി ആയിട്ട് 2 പാർട്ടായിട്ട് ചെയ്യേണ്ട അത്ര ഉണ്ട്. പക്ഷേ ഞാനിത് പെട്ടെന്ന് തന്നെ ചുരുക്കി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് കണ്ടില്ലേ, പനിക്കൂർക്ക നമ്മൾ മറ്റുള്ള ഇതെല്ലാം ഇടിച്ച് പിഴിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് പനിക്കൂർക്ക മാത്രം ഇടിച്ച് പിഴിഞ്ഞാൽ മതി. പനിക്കൂർക്ക നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, എല്ലാവർക്കും തന്നെ അറിയാം, ഞവരയിലാന്ന് ചില സ്ഥലത്ത് പറയും. പൂവാങ്കുറുന്നില നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അത് ചേർത്തില്ല. വെറ്റില കിട്ടാത്ത ഇതല്ല, വെറ്റില ഞാൻ ചേർക്കാത്തതാണ്. വെറ്റില, പൂവാങ്കുറുന്നില, ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കണ്ണിന് ഏറ്റവും കുളിർമയാണ്. ഞാൻ ഈ വീഡിയോ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് എഡിറ്റിങ്ങിന് ഇരിക്കുന്നത്. അതായത് കൺമഷി ഉണ്ടാക്കി കണ്ണിൽ എഴുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ എഡിറ്റിങ്ങിന് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ കൺമഷിയുടെ നമ്മളിപ്പോൾ കാലങ്ങളായിട്ട് ഇത് ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഇത് വീഡിയോ ഇന്ന് നമ്മൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നമുക്ക് ഒന്നും പേടിക്കാനില്ല, അത്ര ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് പറയാം. അതേപോലെ തിരുത്തുണി കാര്യങ്ങൾ അതൊന്നും നമുക്ക് വേണമെന്നില്ല. നമ്മൾ പിന്നെ നിലവിളക്ക് കത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിലവിളക്ക് കത്തിക്കാൻ നമ്മളിപ്പോൾ തിരിയാണല്ലോ വാങ്ങുന്നത്. അതല്ലാതെ നമ്മളിപ്പോൾ തുണി കൊണ്ടുള്ള, നേരിയത് കൊണ്ടുള്ള തിരിയൊന്നും ആരും ഉപയോഗിക്കാറില്ല. ഇത് നല്ല ശുദ്ധമായ നമ്മൾ പ്ലാസ്റ്റിക് കവർ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് നേരെ എടുത്തേക്കണതാണ്. അതിൽ യാതൊരു വിധ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കോട്ടനാണ്, നന്നായിട്ട് വേഗം തീയും പിടിക്കും. അപ്പം ഇത് നന്നായിട്ട് നമ്മൾ എല്ലാ ഇതും ഇടിച്ച് പിഴിഞ്ഞ് ആ ചാറിൽ മുക്കി പിഴിഞ്ഞ്, അതായത് മുക്കിയിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നല്ലോണം ഇതാക്കിയിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് വേണം നമ്മളത് മാറ്റി വെക്കാൻ ഈ തിരികൾ. അത് നമ്മൾ തീരും വരെ, എത്ര തിരിയാണോ നമുക്കത് അതിൽ മുക്കി പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നത് അത്രയും തിരി നമ്മൾ മുക്കി പിഴിഞ്ഞ് മാറ്റി വെക്കണം. കണ്ടില്ലേ, ഇതിനി ഒരു ഇതും കൂടി ഉണ്ട്. അത്യാവശ്യം ഇത്രയും ഈ തിരിയിൽ നമുക്കൊരു 3-4 മാസം ഉപയോഗിക്കാനുള്ള കൺമഷി കിട്ടും കുട്ടികൾക്ക്. നമുക്ക് വലിയവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. കണ്ണിനൊക്കെ നല്ല കുളിർമയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് ഉണക്കാൻ വേണ്ടിയിട്ടൊരു ഇതിൽ നമ്മൾ പരത്തി വെച്ചിരിക്കുകയാണ്. പഴയ നമ്മുടെ കാരണന്മാർ പറയുന്ന മാതിരി നിഴലത്തുണക്കണം എന്ന് പറഞ്ഞ മാതിരി ഇത് വെയിൽ കൊള്ളിക്കാൻ പാടില്ല. ഇത് നമ്മൾ ഒന്നുകിൽ നമ്മുടെ റൂമിൽ വെക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റെയറൊക്കെ ഉണ്ടല്ലോ, സ്റ്റെയറിൻ്റെ ഇത് ഉള്ള ആ ഭാഗത്താണേലും വെക്കാം. ഞാൻ അവിടെയാണ് കൊണ്ട് വെച്ചത്. അവിടെ വെച്ചിട്ട് നമ്മൾ വെയിൽ കാണിച്ചിട്ടേ ഇല്ല. അത് രാത്രി നമ്മളിതെല്ലാം പരത്തി വെച്ച് രാവിലെ ആകുമ്പോഴത്തേനും നമ്മുടെ തിരിയെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാകും. അതിൽ നന്നായിട്ട് ഈ മരുന്ന്, അതായത് നമ്മളിപ്പം ഇടിച്ച് പിഴിഞ്ഞ് ഈ ലായനി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. ഒക്കെ ഒരു എന്താ പറയുക, ഒരു ആയുർവേദ മരുന്നിൻ്റെ ഒരു മണമായിരിക്കും കേട്ടോ നമുക്ക് ശരിക്കും. നമ്മുടെ തിരി ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പകൽ നിങ്ങളെ എടുത്ത് കാണിക്കണം എന്നോർത്ത വീഡിയോ ആണ്. പക്ഷേ കുഞ്ഞ് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് അവനെ വെച്ചിട്ട് എനിക്ക് പകലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മോള് വന്നിട്ട് അവനെ ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കണം കേട്ടോ. ഇനി നമ്മൾ കൺമഷി ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് ഒരു നിലവിളക്കിൻ്റെ തട്ടെടുത്ത് വെച്ചിട്ട്, ഇത് കണ്ടില്ലേ, ഈ ഒരു ഒരു മൺപാത്രത്തിൻ്റെ കോപ്പ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കത്തിക്കുന്നു. നന്നായിട്ട് കത്തി വരുമ്പോൾ നമ്മൾ ഈ പാത്രം, ഈ കല്ല് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതായിട്ട് അതവിടെ ഉറച്ച് നിൽക്കാനാണ്. അങ്ങനെ നിന്നിട്ടിത്
കത്തി നന്നായിട്ട് ഇതിൻ്റെ പുക ഈ പുറത്തൂടെ വന്ന് ഇതിൽ മൂടി നിൽക്കുന്ന പുകേൻ്റെ ഇതും നമുക്കെടുക്കാം, അകത്ത് വരുന്ന പുകയെടുക്കാം. നന്നായിട്ട് കത്തുന്നുണ്ട്, ഇത് കണ്ടില്ലേ, കത്തി തീർന്ന് നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഈ പുറത്തുള്ളതൊക്കെ നമുക്ക് ചിരണ്ടി എടുക്കാം കേട്ടോ. ഞാനൊരു നമ്മൾ ഈ ഇതില്ലേ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ചിരണ്ടി എടുക്കുന്നുണ്ട്. അത് പുറത്തുനിന്നും കിട്ടും നമുക്ക് അത്യാവശ്യം, അതേപോലെ ഇതിൻ്റെ അകത്തുനിന്നും കിട്ടും നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ കരി. ഇത് പുറത്തുനിന്ന് മാത്രം കിട്ടിയതാണ്. കണ്ടില്ലേ, അത് തന്നെ മതി ഒരു മാസത്തോളം കുഞ്ഞുങ്ങൾക്ക്. ഒരു തിരിച്ചല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അത് കണ്ണിന് നല്ല ഇതാണ് കേട്ടോ. കണ്ണിലെ അസുഖങ്ങൾ കാര്യങ്ങൾ ഒരുമാതിരി ഒന്നും വരില്ല. ഈ വാങ്ങുന്നതിലൊക്കെ ലെഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് കണ്ടില്ലേ, ഇത് ചുരണ്ടി നമ്മൾ എടുക്കുവാണ്. എൻ്റെ വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കഴിയുന്നതും ചുരുക്കിയാണ്, 2 പാർട്ടായിട്ട് ഇടേണ്ട വീഡിയോ ഞാൻ ചുരുക്കിയാണ് ഇടുന്നത്. നമുക്കിതിൽ നിന്ന് ഇത്രയും കരി കിട്ടിയിട്ടുണ്ട്. അതായത് കൺമഷിക്ക് വേണ്ട കരി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഇതിൽ. ഇനി കുറച്ച് തിരിയും കൂടെ നമുക്ക് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കിനി ഈ വിളക്കും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കിയിട്ട് ഇനി അതും രണ്ടാമതിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ കരിയും കൂടെ നമുക്ക് എടുക്കണം. ഈ പാത്രത്തിൽ കണ്ടില്ലേ, ഇത് ഫസ്റ്റ് ഇതിൽ നമുക്ക് കിട്ടിയതാണ് ഇത്രയും. ഇനിയിപ്പോൾ സെക്കൻഡ് ഇത് നമുക്ക് ഏകദേശം ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഒരു 4 മാസമൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കൺമഷി ഉണ്ടാവും. ഇപ്പോൾ രണ്ടാമത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നല്ലെണ്ണയാണ് നമ്മൾ ഈ തിരിയിൽ ഉപയോഗിക്കുന്നത്. ചിലർ നെയ്യ് ഇടും. കൈയൊക്കെ ആകെ നാശമായിരിപ്പുണ്ട്, കരിയല്ലേ, കരിയുമായിട്ടുള്ള പണിയല്ലേ. അപ്പോൾ നമ്മുടെ സ്ലാവും കാര്യങ്ങളൊക്കെ ഈ കല്ലൊക്കെ വെച്ചിട്ടേ ഒക്കെ ആകെ ഇതായിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്രാവശ്യം ഞാൻ ആ കല്ല് വെക്കാതെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ നിലവിളക്കിൻ്റെ ആ കുത്തില്ലേ അതിൻ്റെ അതിൽ തന്നെ ഇതിങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പം നേരത്തെ ഇതായതിലും കൂടുതൽ കരി നമുക്കിപ്പം അതിൽ പിടിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും. മറ്റേത് ആ കല്ല് വെച്ചപ്പോൾ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തൂടെയും വീടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ആ പുക പോയി. ഇതിപ്പോൾ അങ്ങനെ പോകുന്നില്ല, കണ്ടില്ലേ, നേരത്തെ കിട്ടിയതിലും കൂടുതൽ കരി ഇതിലുണ്ട്. കണ്ടോ, ചുരണ്ടുമ്പോൾ നന്നായിട്ട് കരി ഇളകി വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം കരി നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ പഴമക്കാർ പാരമ്പര്യമായിട്ട് പറഞ്ഞു തന്ന അറിവുകളാണ് കേട്ടോ ഇതൊക്കെ. അവർ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വാഴപ്പോളയിലാണ് ഇതൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ഇതേപോലെ തിരി ഇതാക്കിയിട്ടല്ല, ഈ തിരി കത്തിച്ചിട്ട് വാഴപ്പോളയിൽ വെച്ചിട്ട് അതിൻ്റെ ഇതെടുത്തിട്ടാണ് ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങൾക്ക് കൺമഷി എഴുതി തന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പൊട്ടും, നമുക്കന്ന് സ്റ്റിക്കർ ബിന്ദി ഒന്നും ഇല്ലല്ലോ, അപ്പം ഇതിൻ്റെ പൊട്ടും ഇതുകൊണ്ട് കണ്ണെഴുതി പൊരിയൊക്കെ എഴുതിയാണ് ഞങ്ങളെ സ്കൂളിലൊക്കെ വിട്ടുകൊണ്ടിരുന്നത്. പടരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവണക്കെണ്ണ ഇതിൽ ചേർക്കുന്നുണ്ട്. ആവണക്കെണ്ണ ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുരുവമൊക്കെ നന്നായിട്ട് വളരാനും അതേപോലെ കണ്ണിന് തണുപ്പ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ്. ഇതിനി നമ്മൾ ഇതൊന്ന് ഈ കരി നമ്മളൊന്ന് ഇതാക്കി എടുക്കുകയാണ്, അതായത് കുഴച്ച് ആ കൺമഷി പരുവാക്കി എടുക്കുകയാണ്. ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യാണ് കേട്ടോ. ഈ നെയ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാലിൻ്റെ പാടയെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മിക്സിയിലടിച്ച് ഉരുക്കിയെടുത്ത നെയ്യാണ്. അതായത് ഒറിജിനൽ നെയ്യാണ്, നമ്മൾ വാങ്ങിയ നെയ്യല്ല. ഇത് കുറേശ്ശെ വേണം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടി ഇത് ആക്കരുത്. ഒത്തിരി എണ്ണ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത പണിക്ക് ഒരു കാര്യമില്ലാതെ ആയിപ്പോവും. പിന്നെ നമ്മൾ വേറെ കരി രണ്ടാമത് എടുക്കേണ്ടി വരും. അതൊക്കെ ഒരുപാട് പണിയാണ്. അപ്പം ഇത് ഇത്തിരീച്ചെ നമ്മുടെ ഇതിനെ എടുത്തിട്ട് വേണം. ഞാൻ ഈ ഒറ്റക്കൈ അഭ്യാസം, ഒരു കയ്യിൽ ക്യാമറ ഒരു കൈ കൊണ്ടാണ് ഇത് എടുക്കുന്നത്. ക്യാമറ എടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക്. ഇത് നല്ലവണ്ണം ഇതാക്കി എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, നന്നായിട്ട് കുഴഞ്ഞു വരുന്നുണ്ട്. ആവശ്യത്തിന് നോക്കി വേണം നമ്മൾ നെയ്യ് ചേർക്കാൻ. അതുപോലെ തന്നെ ഇതിലേക്ക് ആവണക്കെണ്ണ ചേർക്കും. ഞാൻ ആവണക്കെണ്ണ ചേർത്തിട്ടില്ല, വെറുതെ ഇത് കണ്ടില്ലേ, ഞാൻ കയ്യിൽ ഇത് വരച്ചതാണ്. നല്ല കളറും അതുപോലെ നല്ല എന്താ പറയുക, അത് നമ്മൾ ചെയ്ത് നമ്മൾ എഴുതി നോക്കണം കേട്ടോ. ഒരാൾ പറഞ്ഞാൽ അതാക്കില്ല. ഞാൻ എൻ്റെ ഈ എന്താ പറയുക, ഇത് കണ്ണിലേക്ക് ഇത് എഴുതുവാണ് കേട്ടോ. മുഖമൊക്കെ നല്ല കോലമായിട്ടിരിക്കുന്നത്. കണ്ണിലേക്ക് ഞാൻ ഇത് എഴുതിയതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അതായത് കണ്ണിനൊരു എരിവോ ഒരിതോ ഒന്നുമില്ല, കണ്ണ് നിറഞ്ഞ് വെള്ളം വരും ഒന്നുമില്ല. കണ്ണിനൊരു തണുപ്പാണ്. അതായത് നമ്മൾ ഈ കോൾഗേറ്റൊക്കെ നമ്മൾ ഇങ്ങനെ ഇതായി കഴിയുമ്പോൾ വായിക്കൊക്കെ നമുക്കൊരു തണുപ്പ് കിട്ടില്ലേ, അതേ തണുപ്പാണ് നമ്മുടെ കണ്ണിന്. ഇതെല്ലാം ഏകദേശം കൺമഷിയൊക്കെ എടുത്ത് തീർത്തു. ഞാൻ നമ്മുടെ ഈ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ ഫേസ് ക്രീമിൻ്റെ ഒരു അളുക്കിലാണ്
അതായത് ഒരു ഇതിലാണ് ഇതിനായിട്ട് കൺമഷീൻ്റെ ഇതുണ്ട്. പക്ഷേ ഞാൻ കൺമഷീൻ്റെ ഇതൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. വാങ്ങിയ കൺമഷിയൊക്കെ പഴയതായിട്ട് അവിടെ തന്നെ ഇരിക്കുവാണ്. ഞാൻ ഇതിലാണ് സ്ഥിരമായിട്ട് കൺമഷി ഉണ്ടാക്കി വെക്കുന്നത്. എൻ്റെ വലിയ മോൻ്റെ കുഞ്ഞാണ് കേട്ടോ ഇത്. അവളുടെ കണ്ണിൽ നോക്കിയാൽ നമ്മൾ എഴുതിയേക്കണ ഇതേ കൺമഷി തന്നെയാണ്. ഞങ്ങൾ വാങ്ങിയൊരു കൺമഷി ഉപയോഗിച്ചിട്ടേ ഇല്ല. നമ്മളുണ്ടാക്കുന്ന കൺമഷി തന്നെയാണ്. ഒരു പ്രശ്നങ്ങളൊന്നും കുഞ്ഞിനുണ്ടായിട്ടില്ല. ദാ ഈ അളക്കിലാണ് ഞാൻ കൺമഷിയാക്കി വെക്കുന്നത്. ഇതൊരു 4 മാസം ഉണ്ടാവും. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓടിച്ചു പോയതായിട്ട് ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ഷമ ഞാൻ എന്നാന്ന് വെച്ചാൽ വീഡിയോ ലെങ്തി ആയാൽ ആർക്കും തന്നെ കാണാൻ അത് ഇഷ്ടമാകുന്നില്ല. പിന്നെ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരിലേക്കും നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. അതേപോലെ ഇതുവരെ നമ്മുടെ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും കാണാം ട്ടോ.